ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ ഈ കവിത എഴുതിയത് പ്രശസ്ത സ്വാതന്ത്ര്യ സമര പ്രവർത്തകയും എഴുത്തുകാരിയും കവയത്രിയുമായ സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം സരോജിനി നായിഡു സത്യം, സ്നേഹം, സമാധാനം ഈ 3 ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം. അപ്പം അവർക്ക് നല്ലതുപോലെ അറിയാം, ഈ 3 ആദർശങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാതൃരാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും അവരുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരുന്നു സത്യം, സ്നേഹം, സമാധാനം ഇവ 3 ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അത് സരോജിനി നായിഡു ഒരു സ്വപ്നത്തിലൂടെ തന്നെയാണ് തൻ്റെ മനസ്സിലുള്ള സ്വപ്നം ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. അവർ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലുണ്ടായ ദർശനങ്ങളാണ് ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒരു സ്വപ്നഗീതം എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പം നമുക്കിനി ഈ കവിതയിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു രാത്രിയിൽ നിദ്രയുടെ സമയത്ത് കവയത്രി ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടത്? അവര് ഒരു മാന്ത്രിക വനത്തിൽ നിൽക്കുന്നതായിട്ട്, ഒരു മാന്ത്രിക വനത്തിൻ്റെ വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട്, ഒരു മാന്ത്രിക വനത്തിലെ വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് ഒരിക്കൽ ഒരു രാത്രി അവര് ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. അപ്പോൾ ഈ സ്വപ്നം കാണുന്ന സമയത്ത് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ, ഭാവതരളമായ ദർശനങ്ങൾ അവർക്കുണ്ടായി. ഈ ഭാവതരളമായ ദർശനങ്ങൾ അവീൻ ചെടി പോലെ, പോപ്പി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ചുമന്ന വളരെ മൃദുലമായ ചെടിയാണ്. ആ ചെടി പോപ്പി, അവീൻ ചെടി പോലെ ഭാവതരളമായ ദർശനങ്ങൾ ഇവർക്ക് ഈ സ്വപ്നത്തിൽ കാണാൻ ഇടയായി. ഇപ്പം എന്താണ് പറയുന്നത്? ഒരിക്കൽ ഒരു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരൊരു സ്വപ്നം കണ്ടു. അവരെവിടെ നിൽക്കുന്നതായിട്ട്? ഒരു മാന്ത്രിക വനത്തിലെ വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പം മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങൾ ഈ സ്വപ്നത്തിൽ അവർക്ക് കാണാൻ ഉള്ള അവസരമുണ്ടായി. ആ ഭാവതരളമായ ദർശനങ്ങൾ അവീൻ ചെടി പോലെ, ചുമന്ന മൃദുവായ അവീൻ ചെടി പോലെ പൊട്ടിമുളയ്ക്കുകയാണ്. ഭാവതരളമായ ദർശനങ്ങൾ അവീൻ ചെടി പോലെ പൊട്ടിമുളയ്ക്കുകയാണ്. അപ്പൊ ആ മാന്ത്രിക വനത്തില് അവര് എന്ത് കണ്ടു? സത്യത്തിൻ്റെ ദേവതകളായ പക്ഷികളുടെ കാഴ്ച അവര് കണ്ടു. അപ്പൊ ആ മാന്ത്രിക വനത്തില് അവര് കണ്ട സത്യത്തിൻ്റെ ദേവതകളെന്ന് പറയുന്നത് പക്ഷികളായിരുന്നു. അതുപോലെ സ്നേഹത്തിൻ്റെ ദേവതകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളായിരുന്നു. അതുപോലെ സമാധാനത്തിൻ്റെ ദേവതകൾ എന്ന് പറയുന്നത് അരുവികളായിരുന്നു. ഇതെല്ലാം അവർ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ ആണ് ഇവർക്ക് ഈ ദർശനങ്ങൾ ഉണ്ടായത്. അവർ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ മാന്ത്രിക വനത്തിനുള്ളിലാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ കണ്ടത്. അപ്പം അതൊന്നുകൂടി നോക്കാം. അവർ ഒരു രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു മാന്ത്രിക വനത്തിലെ വെളിച്ചത്തിൽ തനിച്ച് നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു.
ഭാവതരളമായ മനോഹരമായ ദൃശ്യങ്ങൾ ചുവന്ന അവീൻ ചെടി പോലെ പൊട്ടിമുളച്ച് വരികയാണ്. അപ്പോൾ ഈ അവീൻ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സമാധാനമായി ഉറങ്ങാനും മരണത്തിന് ശേഷമുള്ള സമാധാനത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അവിടെ ഈ മാന്ത്രിക വനത്തിനുള്ളിൽ അവർ കണ്ട സത്യത്തിൻ്റെ ദേവതകൾ എന്ന് പറയുന്നത് പാടുന്ന പക്ഷികളായിരുന്നു. അതുപോലെ സ്നേഹത്തിൻ്റെ ദേവതകൾ എന്ന് പറയുന്നത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായിരുന്നു. അതുപോലെ സമാധാനത്തിൻ്റെ ദേവതകൾ എന്ന് പറയുന്നത് ആ മാന്ത്രിക വനത്തിലൂടെ ഒഴുകുന്ന അരുവികളായിരുന്നു. ഇതെല്ലാം അവർ ആ നിദ്രയിൽ കണ്ട മാന്ത്രിക വനത്തിലാണ് ഇതെല്ലാം ദർശനങ്ങളും അവർ കണ്ടത്. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഒരു സ്റ്റാൻസയിൽ 7 വരികളാണ് ഉള്ളത്. ഇനി അടുത്ത സ്റ്റാൻസ നോക്കാം. ആ മാന്ത്രിക വനത്തിൽ നിന്നപ്പോൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആ മാന്ത്രിക നിദ്രയുടെ ആ ലോകത്ത് കണ്ട ആ മാന്ത്രിക വനത്തിൽ ഉള്ളിൽ നിൽക്കുമ്പോൾ, ഏകാന്തമായി നിൽക്കുമ്പോൾ അവർക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആ അനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ചു, സ്നേഹത്തിൻ്റെ ദേവതകളെന്ന് പറയുന്ന നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾ ഒത്തൊരുമിച്ച് വരികയും ഈ കവയത്രിയുടെ തരളമായ ലോലമായ യൗവനത്തിന് ചുറ്റും ഒത്തൊരുമിച്ച് കൂടുകയും മിന്നിത്തിളങ്ങുകയും ചെയ്യുകയാണ്. അതുപോലെ അവിടെ സത്യത്തിൻ്റെ ആത്മാക്കളായ പക്ഷികളുടെ പാട്ട് കവയത്രി കേൾക്കാനിടയായി. പക്ഷികളുടെ പാട്ട് എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൻ്റെ ദേവതകളാണ് അല്ലേ? സത്യത്തിൻ്റെ ദേവതകളാണ് പക്ഷികൾ. ആ പക്ഷികളുടെ പാട്ട് കവയത്രി കേട്ടു. ആ പക്ഷികൾ പറക്കുന്നിടത്തെല്ലാം ഈ സത്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കും. അതുകൊണ്ടാണ് പക്ഷികളെ സത്യത്തിൻ്റെ ദേവതകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മാന്ത്രിക വനത്തിലൂടെ ഒഴുകുന്ന അരുവികളുടെ മുമ്പിൽ ആര് കുമ്പിട്ട് നിൽക്കുകയാണ്? നമ്മുടെ കവയത്രി കുമ്പിട്ട് നിൽക്കുകയാണ്. എന്തിനാണ്? അവരുടെ അടങ്ങാത്ത ആഗ്രഹം ശമിപ്പിക്കുന്നതിനായിട്ട് അവർ ആ മാന്ത്രിക വനത്തിലൂടെ ഒഴുകുന്ന അരുവിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ആ നിദ്രയുടെ ലോകത്ത് അവർ കണ്ട ആ സ്വപ്നം ഭൂമിയിലാണ് ഇവരിതെല്ലാം കണ്ടത്. സെക്കൻഡ് സ്റ്റാൻസ ഒന്നുകൂടെ പറയാം. ആ മാന്ത്രിക പൂങ്കാവനത്തിൽ തനിച്ച് നിൽക്കുമ്പോൾ അവർക്കൊരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. സ്നേഹത്തിൻ്റെ ദേവതകളെന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയും അവരുടെ ലോലമായ അല്ലെങ്കിൽ തരളമായ യൗവനത്തിന് ചുറ്റും കൂടുകയും മിന്നിത്തിളങ്ങുകയും ചെയ്യുകയാണ്. അതുപോലെ സത്യത്തിൻ്റെ ദേവതകളെന്നറിയപ്പെടുന്ന പക്ഷികൾ, ആ പക്ഷികളുടെ പാട്ട് കവയത്രി കേൾക്കുകയാണ്. പക്ഷികൾ പോകുന്നിടത്തെല്ലാം ഈ സത്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തൻ്റെ അടങ്ങാത്ത തീവ്രമായ അഭിലാഷം ശമിപ്പിക്കുന്നതിനായിട്ട് ആ മാന്ത്രിക വനം, നിദ്രയിൽ അവർ കണ്ട ആ മാന്ത്രിക വനം, നിദ്രയിൽ ഉണ്ടായ ആ സ്വപ്നത്തിൽ കണ്ട മാന്ത്രിക വനത്തിലൂടെ ഒഴുകുന്ന ആ അരുവിയുടെ മുമ്പിൽ അവർ കുമ്പിട്ട് നിൽക്കുകയാണ്. എന്തിനാണ്? തൻ്റെ അടങ്ങാത്ത ആഗ്രഹം ശമിപ്പിക്കുന്നതിനായിട്ട്. ക്വെഞ്ച് ഹർ ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം ശമിപ്പിക്കുന്നതിനായിട്ട് ആ മാന്ത്രിക വനത്തിലൂടെ ഒഴുകുന്ന അരുവിയുടെ മുമ്പിൽ അവർ
കുമ്പിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നിദ്രയാകുന്ന ആ ലോകത്ത് അവർ കണ്ട സ്വപ്നത്തിലെ മാന്ത്രിക വനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇത്രയാണ് രണ്ടാമത്തെ സ്റ്റാൻസ. അപ്പോൾ ഇതിലെ റൈം സ്കീം എന്ന് പറയുന്നത് AABBCCD. ഇത്രയാണ് എൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. വിഷ്വൽ ഇമേജ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരുപാട് ഇമേജസ് ഉണ്ട്. നമ്മൾ കവിത വായിക്കുമ്പോൾ കണ്ണിലൂടെ കടന്നു പോകുന്ന ബിംബങ്ങളാണ് വിഷ്വൽ ഇമേജ്. ഏതൊക്കെയാണ്? പോപ്പി, ഫ്ലവേഴ്സ്, സ്റ്റാർസ്, സ്ട്രീംസ്, ബേർഡ്സ് സിംഗിങ്, ഇതെല്ലാം വിഷ്വൽ ഇമേജസിൽ വരും. ഓഡിറ്ററി ഇമേജ്, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത്. സ്ട്രീംസ് ദാറ്റ് ഫ്ലോ, അരുവികൾ ഒഴുകുന്നു. ബേർഡ്സ് സിംഗിങ്, പക്ഷികൾ പാടുന്നു. ഇതെല്ലാം കാതുകൊണ്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഓഡിറ്ററി ഇമേജിൽ ബേർഡ് സിംഗിങ്ങും സ്ട്രീംസ് ഫ്ലോയിങ്ങും വരും. പിന്നെ അതിൽ സിമിലി ഉണ്ട്. ലൈക്കും ആസും വരുന്ന വരികളാണ് സിമിലി. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് താരതമ്യം ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ സോൾ ഡീപ് വിഷൻ സ്പ്രിംഗ് ലൈക്ക് പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവതരളമായ ദർശനങ്ങൾ ഏതുപോലെ പൊട്ടിമുളയ്ക്കുകയാണ്? അവീൻ ചെടി പോലെ പൊട്ടിമുളയ്ക്കുകയാണ്. അപ്പം അവിടെ ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പം അവിടെ സിമിലിയാണ് വരുന്നത്. അപ്പം സിമിലിയുടെ ഉദാഹരണം എന്ന് പറയുന്നത് സോൾ ഡീപ് വിഷൻ സ്പ്രിംഗ് ലൈക്ക് പോപ്പി. ഇനി മെറ്റഫർ, ഒരു കാര്യം ഇന്നതാണ് എന്ന് തറപ്പിച്ച് പറയുന്നതിനെയാണ് രൂപകം അല്ലെങ്കിൽ മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വേർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. അപ്പം ഇവിടെ സത്യത്തിൻ്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് പക്ഷികളാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതുപോലെ സ്പിരിറ്റ്സ് ഓഫ് ലവ് വിയർ ദ സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്, സ്നേഹത്തിൻ്റെ ദേവതകളെന്ന് പറയുന്നത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. സ്പിരിറ്റ്സ് ഓഫ് പീസ് വിയർ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്, അതായത് സമാധാനത്തിൻ്റെ ദേവതകളെന്ന് പറയുന്നത് ഒഴുകുന്ന അരുവികളാണ്. അപ്പം ഇത് മൂന്നും സത്യത്തിൻ്റെ ദേവതകൾ പക്ഷികളാണ്, സ്നേഹത്തിൻ്റെ ദേവതകൾ നക്ഷത്രങ്ങളാണ്, സമാധാനത്തിൻ്റെ ദേവതകൾ അരുവികളാണെന്ന് തറപ്പിച്ച് പറയുന്ന ഈ മൂന്ന് വരികളും മെറ്റഫറാണ്, രൂപകമായിട്ട് വരും. ഇനി ആലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സ് അടുത്തടുത്ത് വരുന്ന വരികളാണ്. ഗ്യാദർ ആൻഡ് ഗ്ലീം, ലോൺ ഇൻ ദ ലൈറ്റ്, രണ്ട് ലോണും ലൈറ്റും, ലോൺ ഇൻ ദ ലൈറ്റ്, എല്ല് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. ഗ്യാദർ ആൻഡ് ഗ്ലീം, ജി അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. അടുത്തത് സോങ്സ് ഓഫ് സ്പിരിറ്റ്സ്, അവിടെ എസ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. സ്ട്രീംസ് ഓഫ് സ്പിരിറ്റ്സ്, അവിടെയും എസ് അടുത്തടുത്ത് വരുന്നുണ്ട്. സോങ്സ് ഓഫ് സ്പിരിറ്റ്സ്, സ്ട്രീംസ് ഓഫ് സ്പിരിറ്റ്സ്, ഇതെല്ലാം ആലിട്രേഷന് ഉദാഹരണങ്ങളാണ്. സോങ്സ് ഓഫ് സ്പിരിറ്റ്സ്, സ്ട്രീംസ് ഓഫ് സ്പിരിറ്റ്സ്, അതുപോലെ വരുന്ന എസ് അടുത്തടുത്ത് വരുന്നതെല്ലാം ആലിട്രേഷന് ഉദാഹരണങ്ങളാണ്. ഗ്യാദർ ആൻഡ് ഗ്ലീം, ലോൺ ഇൻ ദ ലൈറ്റ്, എസ് അടുത്തടുത്ത് വരുന്ന വരികൾ. സ്ട്രീംസ് ഓഫ് സ്പിരിറ്റ്സ്, സോങ്സ് ഓഫ് സ്പിരിറ്റ്സ്, ഇങ്ങനെയൊക്കെ വരുന്ന വരികൾ. എസ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ആലിട്രേഷനാണ്. ഇനി പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. അവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത സാധനങ്ങൾക്ക് ജീവനുള്ളത് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പം ഇവിടെ രൂപമില്ലാത്ത അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റീസ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ
ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ട്രൂത്ത്, സത്യം. അതിന് രൂപമില്ല. അബ്സ്ട്രാക്ട് ക്വാളിറ്റീസ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, രൂപമില്ലാത്ത 3 കാര്യങ്ങളാണ് എന്താണ്? ട്രൂത്ത്, ലവ്, പീസ്. അപ്പം ആ ട്രൂത്ത് സാങ്, അതായത് സത്യം പാടി. അതുപോലെ സ്നേഹം തിളങ്ങി, ലവ് ഗ്ലോഡ്. അതുപോലെ പീസ് ഫ്ലോഡ്, സമാധാനം ഒഴുകി. അപ്പം സത്യം, സ്നേഹം, സമാധാനം, ഇത് 3 നോൺ ലിവിങ് തിങ്സ് ആണ്. അതിന് രൂപമില്ല, പക്ഷെ അതിന് ജീവൻ ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഇതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ട്രൂത്ത് സാങ്, ലവ് ഗ്ലോഡ്, അതുപോലെ പീസ് ഫ്ലോഡ്. ഇത് ഇത്രയാണ് പേഴ്സോണിഫിക്കേഷനിൽ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ അപ്പോൾ അത് റൈം സ്കീം, റൈമിംഗ് വേർഡ്സ്, സിമിലി, മെറ്റഫർ, ആലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, ഇതെല്ലാം ഇതിലുണ്ട്. അപ്പം നമ്മൾ അപ്രീസിയേഷൻ എഴുതാൻ പഠിച്ചിരിക്കണം. അപ്രീസിയേഷൻ എഴുതുമ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ സരോജിനി നായിഡുവിനെ കുറിച്ച് എഴുതണം. സരോജിനി നായിഡു was a famous poet, freedom fighter and writer. She was also known as the Nightingale of India. She wanted to build a free motherland upon the ideals of truth, love and peace. That was her dream motherland. So she, through her beautiful poem Song of a Dream, brings us her colorful visions of a free India. ഇങ്ങനെ ആദ്യത്തെ പാരഗ്രാഫ് എഴുതണം. എന്നിട്ട് കവിതയുടെ 14 വരികളുണ്ട്. അപ്പം ആ 14 വരിയുടെയും സമ്മറി അടുത്ത പാരഗ്രാഫിൽ എഴുതണം. തേർഡ് പാരഗ്രാഫിൽ പോയറ്റിക് ഡിവൈസസ് ആയ ആലിട്രേഷൻ, അതുപോലെ പേഴ്സോണിഫിക്കേഷൻ, പിന്നെ സിമിലി, മെറ്റഫർ, റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം, ഇതെല്ലാം എഴുതണം. പിന്നെ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഇതെല്ലാം തേർഡ് പാരഗ്രാഫിൽ എഴുതണം. അപ്പം ആദ്യം സരോജിനി നായിഡുവിനെ കുറിച്ച് 3-4 സെൻറ്റൻസ്, പിന്നെ ഈ കവിത എന്തിനെ കുറിച്ചാണെന്നും കൂടി ആ പോയറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ കൂടെ എഴുതണം. സെക്കൻഡ് പാരഗ്രാഫിൽ ആ 14 വരിയുടെയും സാരാംശം എഴുതണം. തേർഡ് പാരഗ്രാഫിൽ പിന്നെ പോയറ്റിക് ഡിവൈസ്, അതായത് റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം, സിമിലി, ആലിട്രേഷൻ, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, ഇതെല്ലാം എഴുതണം. പിന്നെ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഇതെല്ലാം തേർഡ് പാരഗ്രാഫിൽ എഴുതണം. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഏതൊക്കെ വരികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഐ ലൈക്ക് ദിസ് ലൈൻ സോ മച്ച്. ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് gather and gleam around her delicate youth. ആ വരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? പിന്നെ നിങ്ങളുടേതായ അഭിപ്രായം കവിതയെക്കുറിച്ച് എഴുതാം. സരോജിനി നായിഡുവിൻ്റെ എന്താണ് ഡ്രീം എന്തായിരുന്നു? ഷീ വാണ്ടഡ് ടു ബിൽഡ് എ ഫ്രീ ഇന്ത്യ ബേസ്ഡ് ഓൺ ട്രൂത്ത്, ലവ് ആൻഡ് പീസ്. സോ ദിസ് ഈസ് her ideal motherland. Magical wood refers to her true motherland where the ideals of truth, love and peace coexist. ഈ 3 കാര്യങ്ങളും ചേരുന്ന ഒരു മാതൃരാജ്യമാണ് സരോജിനി നായിഡുവിന് വേണ്ടത്. അപ്പോൾ ഈ സ്വപ്നത്തിലൂടെ അവരവരുടെ സ്വപ്ന സാക്ഷാത്കാരം, അവരുടെ സ്വപ്നത്തിലെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നാണ് അവർ വരച്ചു കാട്ടുന്നത്. ഈ കവിത അവരുടെ
ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു മനസ്സിന് ആശ്വാസം പകരുകയാണ്. ഈ സ്വപ്നം കാണുന്നതിലൂടെ അവരുടെ മനസ്സിലുള്ള ദുഃഖം, നിരാശ, സങ്കടം, ഏകാന്തത ഇതെല്ലാം അവർ തുടച്ചു മാറ്റുകയാണ്. സോ ഷീ explains her vision of a true motherland through this dream. This dream helps her to get relief from stress, pain, then and all sorts of desolation എന്നൊക്കെ പറഞ്ഞ് എഴുതാം. എല്ലാ തരത്തിലുള്ള നിരാശ, ദുഃഖം, ഏകാന്തത ഇതിൽ നിന്നുമൊക്കെ ഒരു മോചനം അവർക്ക് ഈ കവിതയിലൂടെ ലഭിച്ചു. ഈ കവിതയിലെ ആ സ്വപ്നത്തിലൂടെ ദിസ് ഡ്രീംസ് ഹെൽപ്ഡ് ഹർ ടു വൈപ്പ് ഔട്ട് all her tension, sorrows, worries and loneliness. It gives a great stress, this poem gives a great relief to her stressful mind എന്നൊക്കെ പറഞ്ഞ് അപ്രീസിയേഷൻ എഴുതാനായിട്ട് 5 മാർക്കിന് ചോദിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സോങ് ഓഫ് എ ഡ്രീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം അതിൽ 14 വരികളുണ്ട്. അപ്പം മാജിക്കൽ വുഡ് റെഫേഴ്സ് ടു ആൻ ഇന്ത്യ where truth, peace and love, all these ideals coexist. This poem gives Sarojini Naidu great relief from all her sorrows, pains and worries. Through this dream, she gets a relief for all her tensions and painful experiences which she had. ഇതൊക്കെയാണ് ഈ കവിതയുടെ സാരാംശം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ആലിട്രേഷൻ, മെറ്റഫർ, അതുപോലെ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, പേഴ്സോണിഫിക്കേഷൻ ഇതെല്ലാം പഠിക്കുക. അതുപോലെ അപ്രീസിയേഷൻ 5 മാർക്കിന് വരും. അത് 3-4 പാരഗ്രാഫ് തിരിച്ച് വേണം എഴുതാൻ. അപ്പോൾ എല്ലാവരും ഈ കവിത വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.